ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം എത്ര ഭൂമി കൈവശം വയ്ക്കാൻ പറ്റുമെന്ന വിഷയമാണ്. പലർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല. ചിലർക്ക് പരിധിയില്ലെന്ന് തോന്നും, ചിലർക്ക് വളരെ കുറച്ചേ പറ്റൂ എന്ന് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇന്ന് നമുക്ക് പൂർണ്ണമായി പരിശോധിക്കാം. കേരളത്തിൽ ഭൂമി സംബന്ധിച്ച സിലിംഗ് നിയമം കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 പ്രകാരമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് ഒരാൾക്കും ഒരു കുടുംബത്തിനും കൈവശം വെക്കാവുന്ന കൃഷിഭൂമിക്ക് പരമാവധി പരിധിയുണ്ട്. ആദ്യം വ്യക്തിയെക്കുറിച്ച് നോക്കാം. ഒരു സിംഗിൾ പേഴ്സണിന് പരമാവധി ഏകദേശം 7.5 ഏക്കർ വരെ കൃഷിഭൂമി കൈവശം വയ്ക്കാം. ഇതിൽ കൂടുതലായാൽ അത് സിലിംഗ് ലിമിറ്റ് കവിഞ്ഞതായി കണക്കാക്കും. ഫാമിലി യൂണിറ്റ് എന്നത് ഭർത്താവ്, ഭാര്യയും 3 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഉൾപ്പെടുത്തി കണക്കാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഫാമിലി യൂണിറ്റിന് പരമാവധി 15 ഏക്കർ വരെ ഭൂമി കൈവശം വയ്ക്കാം. 3 കുട്ടികളിൽ കൂടുതലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയ ഇളവുകൾ ഉണ്ടായേക്കാം. സെല്ലിംഗ് കണക്കാക്കുമ്പോൾ എല്ലാ ഭൂമിയും ഒരേ രീതിയിൽ കണക്കാക്കുന്നില്ല. നനഞ്ഞ വയൽ ഭൂമി, വരണ്ട ഭൂമി, തോട്ടം ഭൂമി എന്നിവയ്ക്ക് വ്യത്യസ്ത കണക്കുകൂട്ടലുകൾ ഉണ്ടായേക്കാം. റബ്ബർ, ടീ, കോഫി പോലുള്ള ചില പ്ലാന്റേഷൻ ഭൂമികൾക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടായേക്കാം. സെല്ലിംഗ് ലിമിറ്റ് കവിഞ്ഞ ഭൂമി കണ്ടെത്തിയാൽ അത് എക്സസ് ലാൻഡ് ആയി പ്രഖ്യാപിച്ച് സർക്കാർ ഏറ്റെടുക്കാൻ അധികാരമുണ്ട്. നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകുന്ന വ്യവസ്ഥയുമുണ്ട്. ഇപ്പോൾ നഗരഭൂമിയെക്കുറിച്ച് നോക്കാം. കൃഷിഭൂമിക്ക് ഉള്ള പോലെ കർശന സെല്ലിംഗ് നഗരപ്രദേശങ്ങളിലെ വീടുവളപ്പിന് സാധാരണയായി ബാധകമല്ല. എന്നാൽ ലോക്കൽ ബോഡി റൂൾസ്, ബിൽഡിംഗ് റൂൾസ്, ടൗൺ പ്ലാനിംഗ് നിയമങ്ങൾ എന്നിവ ബാധകമാണ്. സെല്ലിംഗ് ഒഴിവാക്കാൻ ചിലർ ഭൂമി കൃത്രിമമായി വിഭജിക്കുക, ഗിഫ്റ്റ് ആയി മാറ്റുക, സെയിൽ അഗ്രിമെന്റ് ആയി മാറ്റുക തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നിയമപരമായി ഇത് പരിശോധിക്കപ്പെടുകയും റദ്ദാക്കപ്പെടുകയും ചെയ്യാം. വാരസത്വമായി ലഭിക്കുന്ന ഭൂമിക്കും സെല്ലിംഗ് നിയമം ബാധകമാണ്. അതായത് അവകാശമായി ലഭിച്ചതായാലും സെല്ലിംഗ് ലിമിറ്റ് കവിഞ്ഞാൽ അത് നിയമപ്രശ്നമായി മാറാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ കൃഷിഭൂമിക്ക് സാധാരണയായി വ്യക്തിക്ക് 7.5 ഏക്കറും ഫാമിലി യൂണിറ്റിന് 15 ഏക്കറും എന്നതാണ് അടിസ്ഥാന സെല്ലിംഗ് ലിമിറ്റ്. ഭൂമിയുടെ തരം, ഫാമിലി കോമ്പോസിഷൻ, പ്ലാന്റേഷൻ സ്റ്റേറ്റസ് എന്നിവ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭൂമി വാങ്ങുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് അല്ലെങ്കിൽ ഒരു നിയമവിദഗ്ധനോട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള നിയമപരമായ പ്രധാന വിവരങ്ങൾ അറിയാൻ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും എത്തിക്കുക. ഞങ്ങളുടെ ചാനൽ പിന്തുടരുക. ഭാരത പബ്ലിക് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.